തേജസ്വി യാദവും ഒപ്പം ദീപാങ്കാചാര്യ ഭട്ടാചാര്യയുമായിട്ട് ഈ വിഷയത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ ദീപാങ്കർ ഭട്ടാചാര്യ പറഞ്ഞിരുന്നത്, അതായത് 3 ലക്ഷം എങ്ങനെ അധികം വന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്ന ആ നമ്പർ ആയിരുന്നില്ല വോട്ട് ചെയ്തവരുടെ ടോട്ടൽ നമ്പറിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. അതുതന്നെ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. അതിനു മുമ്പ് നടന്ന സംഭവങ്ങളെല്ലാം നമ്മൾക്കറിയാം. ആരൊക്കെയാണ് പട്ടികയിൽ നിന്ന് പുറത്തുപോയത്, പിന്നീട് ആരെയൊക്കെ ചേർക്കേണ്ടി വന്നു എന്നുള്ള നാടകങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം കോടതി കൂടി പരിഗണിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം ഇതിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളില്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ കോൺഗ്രസിന് ബീഹാറിലുള്ള ഒരു സ്വാധീനം ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലും ഈ ഗുരുതരമായ വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഉയർത്തിയ ആരോപണങ്ങൾ ഉയർത്തുക, അത് ചർച്ചയാക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു പടി കൂടി നിയമപരമായിട്ടുള്ള പോരാട്ടം എങ്ങനെ സ്ട്രോങ് ആക്കാനാണ് കോൺഗ്രസ് ആലോചിച്ചിരിക്കുന്നത് ഇന്ന്? അതിന് ഈ 3 ലക്ഷം വോട്ടെന്ന് പറയുന്നത് അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. വലിയൊരു ആരോപണമാണ് ദീപാങ്കർ ഭട്ടാചാര്യ ഇന്നലെ ഉയർത്തിയത്. ആ ആരോപണം ശരിയാണെങ്കിൽ വലിയ വിവാദങ്ങൾക്കും അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കുമെല്ലാം ഇടയാക്കിയേക്കും. അത്തരമൊരു സംഭവം, അത്തരമൊരു ക്രമക്കേട് ഈ ബീഹാറിലെ വോട്ടെടുപ്പിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ബൂത്ത് ലെവലിലുള്ള ഡാറ്റകൾ തങ്ങൾ ആവശ്യപ്പെടുമെന്ന് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്. ഇന്നത്തെ യോഗത്തിലെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം അതുതന്നെയായിരുന്നു. ഒരു ബൂത്തിൽ എത്ര വോട്ടുകൾ പോൾ ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കും. അതിന്റെ പൂർണ്ണ ഡാറ്റ ഓരോ ബൂത്തിലെയും, ബീഹാറിലെ എല്ലാ ബൂത്തിലെയും വിവരങ്ങൾ തങ്ങൾക്ക് വേണം. അത് ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുക. അപ്പോൾ ആ വിവരങ്ങളിൽ നിന്ന് എത്ര വോട്ട് പോൾ ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം മഹാസഖ്യത്തിന് ലഭിക്കും. അത് ലഭിച്ചതിന് ശേഷം, അത് പരിശോധിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സഖ്യം തീരുമാനിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടു കൂടി തങ്ങൾ ബീഹാറിനെ മറക്കുന്നില്ല. ഈ ബീഹാറിൽ നടന്നിരിക്കുന്ന ഈ തട്ടിപ്പ് ഇതിപ്പോഴും തട്ടിപ്പ് തന്നെയാണെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം SIR എന്നത് അത് BJPയെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു, NDA സഖ്യത്തെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ SIR തിരക്ക് പിടിച്ച് ബീഹാറിൽ തന്നെ ആദ്യഘട്ടത്തിൽ നടപ്പാക്കിയത്. അതുകൊണ്ട് അത് ജനങ്ങൾക്ക് മനസ്സിലായതാണ്. SIR കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തട്ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് ജനങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലവും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. SIRന് ശേഷം നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇത്രയധികം വിജയം NDAക്കുണ്ടായത്, BJPക്കുണ്ടായത്. JDUവിനേക്കാൾ കൂടുതൽ വോട്ടുകൾ, കൂടുതൽ സീറ്റുകൾ അവിടെ BJPക്ക് നേടുന്നത് കൊണ്ട് ഇതിൽ വലിയ രീതിയിലുള്ള സംശയം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP മാറുന്നു. കഴിഞ്ഞ തവണ നിരന്തരമായിട്ട് JDUവും അതോടൊപ്പം തന്നെ RJDയും ഒക്കെയാണ് അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുന്നത്. എന്നാൽ ഇത്തവണ അവിടെ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മുന്നേറ്റം അവിടെ BJPക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതായത് ഒരു പരിധിവരെ BJPയുടെ തന്ത്രങ്ങൾ ഇല്ലെങ്കിൽ അവിടെ നിതീഷ് കുമാർ എന്തൊക്കെയാണ് അവസാന ഘട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്, ഇതെല്ലാം വോട്ടിങ്ങിനെ സ്വാധീനിച്ചിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഉയർത്തിയ വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്. അത്രയധികം മണ്ഡലത്തിലൂടെയുള്ള രാഹുൽ ഗാന്ധിയുടെ യാത്ര കണ്ടതാണ്, തേജസ്വി യാദവിന്റെ സപ്പോർട്ട് നമ്മൾ കണ്ടതാണ്, അതിനുശേഷമുള്ള ആരോപണങ്ങൾ കണ്ടതാണ്. അപ്പം ഇന്നലെ CPIMൽ ആരോപിച്ച ദീപാങ്കർ ഭട്ടാചാര്യ ആരോപിച്ചതുപോലെയുള്ള വിഷയങ്ങൾ നേരത്തെ തന്നെ മറ്റ് കക്ഷികൾ, ഇന്ത്യ സഖ്യത്തിലെ തന്നെ മറ്റ് കക്ഷികളും കൂടി ഏറ്റെടുക്കേണ്ടതല്ലായിരുന്നു. മുഴുവൻ ഉത്തരവാദിത്വവും കോൺഗ്രസിന്റേത് മാത്രമാണ് എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ SIRൽ ഇനി നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യം പല സ്ഥലങ്ങളിലും ഈ പരാജയം ഏറ്റെടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? അത്രയധികം വിശ്വാസ്യതയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെയുള്ള വിശ്വാസത്തിൽ ആളുകൾക്ക് സംശയം വരുന്ന ഒരു ഘട്ടം കൂടിയല്ലേ ബീഹാർ തെരഞ്ഞെടുപ്പിലൂടെ കടന്നു പോകുന്നത്? ഇതിനെ ഒരുമിച്ചുള്ള ഒരു പോരാട്ടമായിരിക്കും മുന്നോട്ട് നടത്തുക എന്നാണ് KC വേണുഗോപാൽ അറിയിച്ചത്. പ്രത്യേകിച്ച് തേജസ്വി യാദവിനെയും അതോടൊപ്പം തന്നെ ദീപാങ്കർ ഭട്ടാചാര്യയും എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടിയുള്ള ഒരു പ്രതിഷേധമായിരിക്കും ഇനി ബീഹാറിൽ മുന്നോട്ട് പോവുക. കാരണം ഇത്രയധികം വിജയം NDAക്ക് ഉണ്ടായിരിക്കുന്നു. അതിൽ ഈ 3 ലക്ഷത്തിലധികം വോട്ടുകൾ കൂടുതൽ പോൾ ചെയ്തു എന്ന് പറയുന്നു. അത് ദീപാങ്കർ ഭട്ടാചാര്യയാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് ബീഹാറിലെത്തി ഇവരെല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ചർച്ചയായിരിക്കും മഹാസഖ്യത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാവുക. കോൺഗ്രസിന് ഒരുപക്ഷെ ഒറ്റയ്ക്ക് വോട്ട് ചോരിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത കുറവാണ്. പകരം മറ്റു പാർട്ടികളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട്, പ്രത്യേകിച്ച് ബീഹാറിലെ കക്ഷികളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ബീഹാറിൽ എന്താണ് നടന്നത്, SIRന് ശേഷം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതിൽ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകുക. അതിനു മുമ്പേ വളരെ വേഗം തന്നെ കോടതിയെ സമീപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് പകരം ഞാൻ സൂചിപ്പിച്ചതുപോലെ കമ്മീഷന്റെ ഡാറ്റ തന്നെ കമ്മീഷനോട് കയ്യിൽ നിന്നത് ചോദിച്ചു വാങ്ങിയതിന് ശേഷം, അത് അനലൈസ് ചെയ്തതിന് ശേഷം, അത് വിശകലനം ചെയ്തതിന് ശേഷം കോടതിയെ സമീപിക്കാൻ
പിൻവലിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ മഹാസഖ്യം എത്തിയിരിക്കുന്നതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ മാത്രമായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്, ഈ പറയുന്നത് പോലെ ഇത്രയധികം തട്ടിപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. അതായത് ഈ ആരോപണങ്ങൾ, ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി ഒരു പ്രതികരണം നടത്താൻ സാധ്യതയുണ്ട്. കാരണം 7,42,00,000 വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണത് 7,45,00,000 ലക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ അത്രയും വോട്ടർമാരെ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നീട് നോക്കുമ്പോൾ. അപ്പോൾ ആ വിഷയത്തിലെങ്കിലും ഒരു പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താൻ സാധ്യതയുണ്ടോ? ഇല്ലെങ്കിൽ ബീഹാറിന്റേത് കഴിഞ്ഞു, ഇനി അടുത്തത് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണോ കാണുന്നത്? SCRുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനിയും പ്രതിപക്ഷം ഏതെങ്കിലും ക്രമക്കേടുകളുമായി രംഗത്ത് വരികയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെയാണ് ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് പ്രതിപക്ഷം. കാരണം ജ്ഞാനേഷ് കുമാറിന്റെ ഒരു വിജയമായിരുന്നു ഇന്നലെ കണ്ട ഫലമെന്നായിരുന്നു എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പറഞ്ഞത്. ഇത് ജനങ്ങളെ ജ്ഞാനേഷ് കുമാർ തോൽപ്പിക്കുകയായിരുന്നു. ജ്ഞാനേഷ് കുമാറിന്റെ ഒരു തന്ത്രമാണ്, അദ്ദേഹത്തിന്റെ SIR എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് അവിടെ വിജയിച്ചത്. അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം, ഇതിൽ വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് കമ്മീഷൻ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇനിയും നിരന്തരമായിട്ട് ആരോപണങ്ങൾ ഉയർത്തുകയാണെങ്കിൽ കമ്മീഷൻ ഇനിയും അതിനെ ഏതെങ്കിലും തരത്തിലുള്ള ന്യായീകരണവുമായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധിയുടെ 3 വാർത്താ സമ്മേളനത്തിന് ശേഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമാനമായിട്ടുള്ള ന്യായീകരണങ്ങളുമായി രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനിയും ഏതെങ്കിലും ആരോപണങ്ങൾ കമ്മീഷനെതിരെ ഉയർത്തുകയാണെങ്കിൽ കമ്മീഷൻ ഈ പറയുന്ന ന്യായീകരണങ്ങൾ തന്നെയായിരിക്കും നിരത്തുക. അതല്ലാതെ ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണമോ കൃത്യമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും കമ്മീഷന്റെ ഭാഗത്തുനിന്ന് കൊണ്ട് നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആ കമ്മീഷന്റെ ജോലിയുമായി മുന്നോട്ട് പോവുകയാണ്. ബീഹാറിൽ വലിയ രീതിയിലുള്ള കോലിളക്കം SIR സൃഷ്ടിക്കുകയും സുപ്രീം കോടതിയിലടക്കം കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മറ്റ് 12 സംസ്ഥാനങ്ങളിൽ കൂടി, കേരളം ഉൾപ്പെടെയുള്ള ബംഗാൾ, അസം ഉൾപ്പെടെയുള്ള മറ്റ് 12 സംസ്ഥാനങ്ങളിൽ കൂടി SIR പ്രഖ്യാപിക്കുകയും അതിന്റെ നടപടികൾ സംസ്ഥാനങ്ങളിൽ ആരംഭിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകുകയുമെല്ലാം ചെയ്തത്. കേരളത്തിൽ നമുക്കറിയാവുന്നതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് മാറ്റിവെക്കണമെന്ന് കമ്മീഷണറോട് നേരിട്ട് തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും അതിന് തയ്യാറായില്ല. ഇതുമായി നിങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു കർക്കശ നിലപാട് ജ്ഞാനേഷ് കുമാർ സ്വീകരിക്കുകയായിരുന്നു. അതിനെതിരെ സംസ്ഥാന ഹൈക്കോടതി സമീപിക്കുകയും ഹൈക്കോടതി സുപ്രീം കോടതി സമീപിക്കാനെല്ലാം നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ കൂടി പ്രതിഷേധം ശക്തമാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഡാറ്റ ലഭിച്ചതിന് ശേഷം കൂടുതൽ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി ജനങ്ങളോട് പറയേണ്ടി വരും.